കേരളത്തിൽ ഈ കുഴിമന്തി അല്ലെങ്കിൽ മറ്റേ മന്തി മറ്റേ ഷവായി ഷവർമ ഈ കടകളിലെല്ലാം കഴിക്കാൻ പോകുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക. കൂടുതൽ ഈ തട്ടമിട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ജിഹാദിന്റെ ഈ ഇതൊക്കെ ധരിച്ച ആൾക്കാരാണ് കൂടുതൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഹിന്ദുക്കളെന്ന് വിചാരിച്ചാൽ മതി, ഞാൻ ഇവരുടെ കടകളിൽ കയറില്ല. ഈ മദ്രസകളിൽ ഇസ്ലാം കുട്ടികൾക്ക് പോകാമെങ്കിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഒരു 1-2 മണിക്കൂർ നമ്മുടെ ധർമ്മത്തെപ്പറ്റി മനസ്സിലാക്കാൻ, നമ്മുടെ ഭാവിയെപ്പറ്റി മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് സമയം ചിലവഴിച്ചുകൂടെ? ഉസ്താദിന്റെ ഒരു പ്രസ്താവന കണ്ടു. അത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നബി ഇരിക്കുന്ന കസേരയിൽ അടിയുന്നാണെന്ന്. വിശ്വസിച്ച് ജോലിക്ക് പോവുക അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടിംഗ് സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ പേര് ചീത്തയായില്ലേ? ഈ മുഹമ്മദ് നബി പന്നിയെ തിന്നുന്ന ഒരു അല്ലെങ്കിൽ പന്നി കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമിട്ടാൽ ജീവനോടെ ഉണ്ടാകുമെന്ന് തെറ്റ് ചെയ്തവനാണോ കുറ്റക്കാരൻ അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാട്ടിയവനാണോ കുറ്റക്കാരൻ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ജോസഫ് മാഷ് എന്ന ഒരാള് ഒരു പേരെഴുതിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കൈ വെട്ടിയ സ്ഥലമാണ്. അപ്പൊ ഇത് ആരോ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് ഇതൊരു എന്താ പറയുക, എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ടെസ്റ്റ് ഡോസ് ആണ്. ഞാനൊരു ഹിന്ദുവാണ്, ഐ എം എ പ്രൗഡ് ഹിന്ദു, ഞാനൊരു സ്വാഭിമാന ഹിന്ദു എന്ന് പറയാൻ പറയുന്നവരെയൊക്കെ സംഖ്യയാക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. ഏത് രീതിയിലും അവരെ അവഹേളിക്കാം, എന്ത് ചെയ്താലും സഹിഷ്ണുത അവർക്ക് കൂടുതലാണ്, അതുകൊണ്ട് അവർ പ്രതികരിക്കില്ല എന്ന് കരുതുന്നതാണ് തെറ്റ്. ഒരു ഇസ്ലാമിനെയോ ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവാക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു ഹിന്ദുവിനെ ഹിന്ദുവാക്കാനാണ് ബുദ്ധിമുട്ട്. നമസ്തേ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിജി തമ്പിയാണ് ഇന്ന് എനിക്കൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. നമസ്കാരം. ഭാരതത്തിൽ മൊത്തത്തിൽ ഹിന്ദുക്കൾ വേട്ടയാടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ കേരളത്തിൽ തന്നെ നിരവധി വിഷയങ്ങളാണ് ഹിന്ദു വിശ്വാസങ്ങളെ ഹനിക്കുന്ന അല്ലെങ്കിൽ ഓരോ ഹിന്ദുവിനെയും വലിയ രീതിയിൽ സങ്കടത്തിലാഴ്ത്തുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. എങ്ങനെയാണ് സാർ അതിനൊക്കെ നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ ഒരു ഹിന്ദു വിശ്വാസത്തിലോ അല്ലെങ്കിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ വളരുന്നു എന്നുള്ളൊരു വലിയ വിഷയമാണ്. മറ്റ് മതങ്ങൾ നോക്കൂ, അവരുടെ കൊച്ചേ തന്നെ, കുഞ്ഞുങ്ങളെ തൊട്ട് തന്നെ അവർക്ക് അവരുടെ മതവും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് സൺഡേ സ്കൂളുകളുണ്ട്. അവിടെ അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ബൈബിളിന്, അവർക്ക് പിന്നെ ഒരു ഗ്രന്ഥമേ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് അങ്ങനെ പരന്നു കിടക്കുകയാണ്. എങ്കിൽ പോലും അവരുടെ ബൈബിളിൻ്റെ വിഷയങ്ങളും അവരുടെ മതവും അവരുടെ ആചാരങ്ങളും എല്ലാം അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ മദ്രസകളിൽ അതിനുപരിയായിട്ട് മറ്റു മതങ്ങളെ ശത്രുക്കളായി കാണണമെന്ന് പോലും പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്ക് എവിടുന്നാണ് അവരുടെ മതത്തെപ്പറ്റി മനസ്സിലാക്കാനും അവരുടെ സംസ്കാരത്തെപ്പറ്റി മനസ്സിലാക്കാനും അവരുടെ ഈശ്വരീയ ചിന്തകളെപ്പറ്റി മനസ്സിലാക്കാനുള്ള അവസരം അതില്ലാതായിരിക്കുന്നു. പണ്ട് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം തന്നെ മുത്തശ്ശിമാരും അല്ലെങ്കിൽ മുത്തശ്ശന്മാരും അതുപോലുള്ള മുതിർന്ന ആൾക്കാരാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മതങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ മതത്തെപ്പറ്റിയും നമ്മുടെ ആചാരങ്ങളെപ്പറ്റിയും നമ്മുടെ ഈശ്വര വിശ്വാസങ്ങളെപ്പറ്റിയും നമ്മുടെ പുരാണങ്ങളെപ്പറ്റിയും എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ആ ഒരു അവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. പല സ്ഥലത്തും ഈ പറഞ്ഞ എന്താ പറയുക, ഈ അണുകുടുംബങ്ങളായി മാറിയപ്പോൾ അതിനുള്ള അവസരം നഷ്ടപ്പെട്ടു. പിന്നെ മാത്രമല്ല, ഇപ്പോൾ വയസ്സായ ഒരാളൊരു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാൽ പോലും ആ വയസ്സായ കിളവി പറയുന്ന കേൾക്കണ്ട എന്ന് പോലും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഇടയ്ക്കുള്ളൊരു തലമുറ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നില്ല അവർ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്താണ്. കാര്യം നാളെ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇവർക്കിപ്പോൾ ഹിന്ദു മതത്തിനോട് എന്താ ഒരു ആഭിമുഖ്യം? മറ്റ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മതം എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പ്രത്യേകിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഹിന്ദുക്കൾക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് ഈ ചതിയിൽ ചെന്ന് ചാടുന്നത്. ഇപ്പൊ നമ്മൾ ഈ വിഷുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എടുക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ മന്തി എന്ന് പറയുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തിനോടൊപ്പം ഇരുത്തുക എന്ന് പറയുമ്പോൾ അതിനെ മതസൗഹാർദ്ദമായി കാണുന്നവരുണ്ട്. പക്ഷെ എങ്ങനെയാണ് അത് മറ്റൊരു വിശ്വാസത്തെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ വലിയ രീതിയിൽ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യത്തെ എങ്ങനെയാണ് മതസൗഹാർദ്ദമായി കാണാൻ സാധിക്കുക? അത് മതസൗഹാർദ്ദം എന്ന് പറയുന്നവർ ഹിന്ദുക്കളല്ല, അവർ ജന്തുക്കളാണ്. കാര്യം എല്ലാ ഹിന്ദുക്കളും ഹിന്ദുക്കളല്ല. കാര്യം പണ്ട് നമ്മുടെ ചിന്മയാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്,
അതായത് ഒരു ഇസ്ലാമിനെയോ ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവാക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു ഹിന്ദുവിനെ ഹിന്ദുവാക്കാനാണ് ബുദ്ധിമുട്ടുന്നത്. കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ബേസിക്കലി പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ നമ്മളൊരു വിശ്വാസങ്ങൾ ആചാരങ്ങളെയെല്ലാം അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ നമ്മളിൽ തന്നെ രൂഢമൂലമാവും നമ്മുടെ ഈശ്വരീയ സങ്കല്പവും നമ്മുടെ മതത്തെക്കുറിച്ചുള്ള ചിന്തകളും. അതില്ലാത്തപ്പോൾ ഈ നമ്മൾ പറയില്ലേ മറ്റെന്താ പറയുക, ഈ കതിലിൽ കൊണ്ട് വളം വയ്ക്കുന്നത് പോലെ കുറച്ച് വലുതായതിനു ശേഷം എന്ത് പറഞ്ഞാലും അവരുടെ മനസ്സിലേക്ക് കയറില്ല. അതെല്ലാം അവർ മറ്റു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പലരും പറയുന്നു, നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയുക, ഇതിനെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന പലരും പറയുന്നു യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ്, തെറ്റുപറ്റിപ്പോയി, മാപ്പ് ചോദിച്ചില്ലേ. ശരി, സമ്മതിക്കുന്നു ഞാൻ. ഒരു സ്ഥലത്ത് സംഭവിച്ചാൽ യാദൃച്ഛികതയാണ്. ഇത് ഒരേ ദിവസം പല സ്ഥലങ്ങളിൽ ഇതുപോലെ ശ്രീകൃഷ്ണനെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്പം തന്നെ ഈ പറഞ്ഞ മെഹർ എന്ന് പറഞ്ഞിട്ട് ചേർത്തലയുള്ള സ്ഥാപനം, കോഴിക്കോട് ഭാഗത്തങ്ങനെയുള്ള തലശ്ശേരി കിച്ചൺ, അതുപോലെ കുറേ സ്ഥാപനങ്ങൾ. അപ്പോൾ അതെങ്ങനെയാണ് യാദൃച്ഛികതയാവുന്നത്? അപ്പോൾ ഇത് ആരോ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് ഇതൊരു എന്താ പറയുക, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ടെസ്റ്റ് ഡോസ് ആണ്. ഇതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ അതിനെ പ്രതിഷേധിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അത് പോട്ടെ ഒരബദ്ധം പറ്റിയാണെന്ന് വിട്ട് നമ്മൾ വിട്ടുകളഞ്ഞാൽ ഇത് നാളെ ഇതിനപ്പുറമായി മാറും. ഒരു ഉദാഹരണം പറയട്ടെ, നമ്മൾ കണി വയ്ക്കുക എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കേരളീയ സങ്കല്പം അനുസരിച്ച് നമ്മുടെ ഈ മേടമാസമാണ് മലയാള വർഷം ആരംഭമായിട്ട്, പ്രത്യേകിച്ചും നമ്മുടെ വടക്കൻ ജില്ലകളിലെല്ലാം മലബാറിലെല്ലാം മേടമാസമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ കണി കാണാൻ വേണ്ടി അവിടെ എറണാകുളത്തെ ഒരു കടക്കാരൻ ഒരു ചെരുപ്പ് കണിയിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ നമ്മൾ അതിനെ അംഗീകരിക്കാൻ കഴിയും? അത് മതനിന്ദയല്ല, അത് ഈശ്വരനിന്ദയാണ്. ഞാൻ ചോദിക്കട്ടെ, അവരുടെ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മതാചാര്യന്മാരെക്കുറിച്ചോ ഈ രീതിയിൽ മോശമായൊരു പോസ്റ്റ് ഒരു ഹിന്ദു ഇട്ടാൽ എന്തായിരിക്കും അവരും പറയുമോ ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമല്ലേ, അബദ്ധമല്ലേ, പോട്ടെ എന്ന് പറയുമോ? ഇവിടെ ജോസഫ് മാഷ് എന്ന് പറഞ്ഞ ഒരു പേരെഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയ സ്ഥലമാണ്. ആലോചിച്ച് നോക്കൂ. അപ്പം ഹിന്ദുക്കളെ എതിരെ എന്തും ചെയ്യാം, ഏത് രീതിയിൽ അവരെ അവഹേളിക്കാം, എന്ത് ചെയ്താലും സഹിഷ്ണുത അവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് അവർ പ്രതികരിക്കില്ല എന്ന് കരുതുന്നതാണ് തെറ്റ്. ഇനിയും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. അപ്പോൾ അതിന് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വിഷയം വന്നപ്പോൾ, ചേർത്തല ഇങ്ങനെ വിഷയം വന്നപ്പോൾ ഞാൻ അറിഞ്ഞ് അപ്പം തന്നെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നമ്മുടെ കാര്യകർത്താക്കളായിട്ട് സംസാരിച്ചു. അന്ന് വൈകുന്നേരം അറിഞ്ഞൊരു പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ ചേർത്തലയിൽ ഞങ്ങളൊരു വലിയ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് ഉദ്ഘാടനം ചെയ്തത്. 500-ഓളം പങ്കെടുത്ത ഒരു വലിയ സംഭവമാണ്. അപ്പോൾ അവിടെ ആലോചിച്ച് നോക്കൂ, ഈ പോസ്റ്റ് ഇട്ട ആളിനെ പേരിന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഈ പ്രതിഷേധിച്ച 10 പേർ, കണ്ടാലറിയുന്ന 10 പേർക്കും മറ്റുള്ളവർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ തെറ്റ് ചെയ്തവനാണോ കുറ്റക്കാരൻ, അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാട്ടിയവനാണോ കുറ്റക്കാരൻ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അപ്പം ഞാൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇവിടെ ഈ ഹിന്ദുക്കൾക്ക് മാത്രം, അത് ഹിന്ദുക്കളിൽ നിന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഹിന്ദുക്കളില്ല. കേരളത്തിൽ ഹിന്ദുക്കളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാര്യം ഇവിടെ നമ്മൾ ഒരു മതത്തിൻ്റെ പേരിൽ ഹിന്ദു മതം എന്നുള്ള നമ്മളൊരു സ്വാഭിമാന ഹിന്ദു ആണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഇവിടെ നായരുണ്ട്, ഈഴവനുണ്ട്, നമ്പൂരിയുണ്ട്, മറ്റു പല പല ഉപജാതികളുമുണ്ട്. അവരുടെ സമുദായത്തിൻ്റെ പേരിൽ അറിയപ്പെടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാനൊരു ഹിന്ദുവാണ്, ഐ എം എ പ്രൗഡ് ഹിന്ദു, ഞാനൊരു സ്വാഭിമാന ഹിന്ദു എന്ന് പറയാൻ എത്ര പേര് തയ്യാറാവും? പറയുന്നവരെയൊക്കെ സംഖ്യയാക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അല്ല, അതിപ്പോൾ കുഴപ്പമില്ല, സംഖ്യ ആയാലൊന്നും പ്രശ്നമില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ പലരും ഒരുപാട് പേര് സംഖ്യമാരുണ്ട്. അപ്പം ആ സംഖ്യപ്പട്ടം നല്ലതെന്നാണ് പറയുന്നത് ഞാൻ. സംഖ്യപ്പട്ടം കിട്ടുന്നത് അവനൊരു ഹിന്ദുവായി മാറി എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അവന് സ്വാഭിമാന ഹിന്ദുവായി മാറി എന്നുള്ളതുകൊണ്ടാണ് സംഖ്യപ്പട്ടം കിട്ടുന്നത്. ഇന്നിപ്പോൾ മലയാള സിനിമയിൽ അറിയപ്പെടുന്നൊരു നായിക നടി ഈ വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ അവരുടെ മെസ്സേജ് എനിക്ക് വന്നു, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ ഉണ്ണിക്കണ്ണന് വെണ്ണയാണ് ഇഷ്ടം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടതിന് അവരെ തെറി പറഞ്ഞുകൊണ്ട് വരികയാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഇവിടെ ഈ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നത്. കാര്യം ഒരാൾ അബദ്ധം പറ്റിയാൽ മാപ്പ് പറഞ്ഞില്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ഉണ്ണിമൂന്തനൊരു പോസ്റ്റ് ഇട്ടു ഇതിനെതിരായിട്ട്. അപ്പോൾ ഉണ്ണിമൂന്തനെ തെറി പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരിക. അപ്പോൾ ഇത് ഹിന്ദുക്കൾക്ക് എന്താ ഇവിടെ സ്വാതന്ത്ര്യമില്ലേ? ഹിന്ദുക്കൾക്ക് എന്താ അഭിപ്രായം പറയാൻ പറ്റില്ലേ? ഈ ഹിന്ദു വിശ്വാസങ്ങളെ മാത്രം ഹനിക്കുമ്പോൾ അത് മതസൗഹാർദ്ദമാകുന്നത് എന്തുകൊണ്ടാണെന്ന്. കാരണം ഇപ്പോൾ ഒരു നബിയെയോ അല്ലെങ്കിൽ ഒരു പള്ളിക്ക് മുന്നിൽ നമ്മളൊരു നായക്കുട്ടിയെ കൊണ്ടുപോയി വെക്കുകയാണെന്നിരിക്കട്ടെ,
ഇത് മതസൗഹാർദ്ദമായിട്ടോ അല്ലെങ്കിൽ അത് എന്താ പറയുക അത് ഭയങ്കര കാഷ്വലായിട്ടോ കാണുന്നവരാണോ നമ്മുടെ സമൂഹം? അതിനെ അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ? ഞാൻ ചോദിക്കട്ടെ, ഈ വിഷുവിന് നിട്ടതുപോലെ ഇവരുടെ ഈ പറഞ്ഞ ഈ നമ്മുടെ റംസാനിന് ഈ മുഹമ്മദ് നബി പന്നിയെ തിന്നുന്ന അല്ലെങ്കിൽ പന്നി നോക്കിക്കൊണ്ടിരിക്കുന്ന കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമിട്ടാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? ആ ഇടുന്നൊരു വ്യക്തി എന്തായിരിക്കും അത് ചെയ്യുക? ജീവനോടെ ഉണ്ടാകുമെന്ന് അതാണ്. അപ്പം ഹിന്ദുക്കൾക്ക് മാത്രമേ മതസൗഹാർദ്ദവും സഹിഷ്ണുതയൊക്കെ പാടുള്ളൂ, മറ്റുള്ളവർക്കൊന്നും പാടില്ലേ? അപ്പം ഹിന്ദുക്കൾ എന്താ ഈ പറഞ്ഞ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, പക്ഷെ അത് ശരിയല്ല, അത് തെറ്റാണ് എന്നറിയാന്നുള്ളതുകൊണ്ടാണ് അതുപോലെ ചെയ്യാത്തത്. അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഇത് അറിഞ്ഞൂടെ? ഇതിൻ്റെ അപ്പുറത്തെ പോസ്റ്റ് ഇടാൻ അറിയാവുന്ന ഹിന്ദുക്കളുണ്ടല്ലോ. ചെയ്യാത്തെന്താ? അത് തെറ്റാണ്, അത് നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മുടെ ഒരു അന്തസ്സിനും സംസ്കാരത്തിനും യോജിച്ചതല്ല എന്ന് തിരിച്ചറിവുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ ഇത്തരത്തിലുള്ള നമ്മുടെ വിശ്വാസങ്ങളെയാണ് ഹനിക്കുന്നത് എങ്കിൽ ഇപ്പൊ നമ്മൾ ഉത്തര ഭാരതത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇന്നത്തെ വാർത്തകളിൽ നമ്മൾ കണ്ടു നാഗ്പൂരുമായി ബന്ധപ്പെട്ട് NGOകളുടെ മറവിൽ മതപരിവർത്തനം നടത്തുകയാണ്. അതിനു മുൻപ് TCSുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത വന്നു. എന്നുവെച്ചാൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലാണ് ഒരു ലൈംഗികമായിട്ടും അല്ലെങ്കിൽ മതപരിവർത്തനം നടത്താനുമായിട്ടും എല്ലാം ശ്രമങ്ങൾ നടക്കുന്നത്. എങ്ങനെയാണ് വിശ്വസിച്ച് ഇന്നൊരു ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഒരു NGOയുടെ ഭാഗമാവുക എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഒരു ഹിന്ദു സമൂഹത്തിൽ പെടുന്ന ഒരാൾ ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ ഇസ്ലാം സമുദായത്തിലെ ഒരുപാട് സഹോദരന്മാർക്കും സഹോദരിമാർക്കും ജോലി നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരും. കാര്യം, നമ്മളൊരു 100 ലിറ്റർ വെള്ളം എടുത്തൊരു വലിയ പാത്രത്തിൽ വെച്ചിട്ട് അതിലൊരു 2 തുള്ളിയോ 3 തുള്ളിയോ വിഷം ചേർത്താൽ ആ വെള്ളം മുഴുവൻ വിഷമായി മാറുകയല്ലേ? അപ്പം എത്രയോ നമ്മൾ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 90% ആൾക്കാരും വളരെ നല്ല ആൾക്കാരാണ്, നല്ല മനസ്സുള്ളവരും നല്ല സൗഹൃദം പാലിക്കുന്നവരും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ മോശക്കാരാക്കാൻ വേണ്ടിയാണ് ഇത്തരം ചില ജിഹാദികൾ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, TCS പോലുള്ള സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു NGOകളിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇനിയും അവിടെ ഒരു ഇസ്ലാം ഒരാൾ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം സ്ക്രീൻ ചെയ്തിട്ടായിരിക്കും അയാളെ എടുക്കുക? ആലോചിച്ച് നോക്കൂ. അവരുടെ ഒരു സ്ഥാപനത്തിന് TCS എന്ന് പറയുന്നത്, ടാറ്റ കൺസൾട്ടിങ് സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പേര് ചീത്തയായില്ലേ? അപ്പോൾ അത് കുറച്ച് ആൾക്കാർ, ഒരു 5-6 ആൾക്കാർ ചേർന്നിട്ടാണ് അതിനെ ചീത്തയാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും അവരിനിയും വളരെയധികം ജാഗ്രത പാലിക്കും പുതിയ ആളിനെ എടുക്കുമ്പോൾ. അത് എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെടാൻ കാരണമാവും. അതെന്താ മനസ്സിലാക്കാത്തത്? അതുപോലെ തന്നെ അവിടെ ഈ പെൺകുട്ടികൾ ഇതൊന്ന് അബദ്ധത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ കേട്ടിടത്തോളം വളരെ എന്താ പറയുക, സാമ്പത്തികമായി വലിയ താഴ്ന്ന നിലയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവരെ പ്രലോഭനങ്ങളിലൂടെയും മറ്റും അവരെ അടിമകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അവിടെയും ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്, ആ പെൺകുട്ടികൾക്ക് ഹിന്ദു മതത്തെക്കുറിച്ച് കൃത്യമായി അറിയാമെങ്കിൽ, സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ അവരൊരിക്കലും അതിനകത്ത് പോയി വിടില്ല. മരിച്ചാലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശ്വരന്മാർ അല്ലെങ്കിൽ എൻ്റെ മതം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ധർമ്മം എന്നുള്ള സ്ഥാനത്തിൽ ഉറച്ചു നിൽക്കും. അപ്പോൾ അവിടെയും പറഞ്ഞ ഒരു തെറ്റ് നമ്മുടെ തന്നെ ഭാഗത്തു നിന്നുണ്ട്, അത് മനസ്സിലാക്കണം നമ്മൾ. ഇപ്പോൾ നമുക്കറിയാം, അങ്ങ് പറഞ്ഞതുപോലെ ഈ ഹിന്ദു മതത്തെ കുറിച്ചിട്ടുള്ള ഒരു വിശ്വാസം, ഈ ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു കൾച്ചർ കൂടിയാണ്. കാരണം എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സംസ്കാരമാണ് ഹിന്ദുയിസം. അതിൽ വിശ്വാസങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ഈ വിശ്വാസങ്ങളെ യഥാർത്ഥ അർത്ഥങ്ങൾ ഇന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു സന്ദർഭമുള്ളതായി തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും പറയുന്നത്, ഇവരെ എങ്ങനെ മാറ്റിയെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ചോദ്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗണപതിക്ക് തുമ്പിക്കൈ എങ്ങനെയുണ്ടായി, അത് ലോജിക്കലാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ 10 തലയുള്ള രാവണൻ, അത് ശരിക്കും നടക്കാവുന്ന കാര്യമാണ്. ഇതുപോലെ ഹിന്ദു പുരാണങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇതെല്ലാം എത്രത്തോളം സത്യമാണ്, ഇതൊക്കെ കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്കൊന്നും അതിന് ഉത്തരമില്ല. കാരണം അവർ ഇതിൻ്റെ പിന്നിൽ പോവുകയോ ഇതിനെക്കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ ഇവരാരും ഇത് പഠിപ്പിച്ചിട്ടോ ഇല്ല. അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടായി മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായും ഉണ്ട്. കാര്യം, ഇത് നമ്മളിപ്പോൾ ഓരോ ഈ ഹിന്ദു പുരാണങ്ങളിലുള്ളതും ഒക്കെ സങ്കല്പങ്ങളാണ്. ഇപ്പോൾ ശിവസങ്കല്പമായാലും വൈഷ്ണവ സങ്കല്പമായാലും ഗണപതി സങ്കല്പമായാലും മുരുകൻ്റെ സങ്കല്പമായാലും അതിനെല്ലാം ഒരു വളരെ ആധികാരികമായ കാരണങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഒരു ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് മാത്രം ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ? ഇവിടെ ഇടയ്ക്ക് ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അതായത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നബി ഇരിക്കുന്ന കസേരയിൽ അടിയുന്നതാണെന്നാണ്. തമാശയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കേട്ടതാണ്. അതായത് നബിയുടെ രാത്രി വരുമ്പോഴത്തേക്കും നബിയുടെ കസേരയിൽ അടിയിൽ വന്നാണ് സൂര്യൻ ഒളിക്കുന്നത്, പിറ്റേ ദിവസം അവിടെ നിന്നാണ് ഉദിക്കുന്നതെന്ന്. അപ്പം ഇതും ഇങ്ങനെയുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങളെല്ലാം
ഉദാത്തങ്ങളാണ്, ഒരു സംശയവും വേണ്ട. അതിൽ ഭാരതീയ ഇഷ്ടി സങ്കല്പമാണ്. ഇഷ്ടി സങ്കല്പത്തിൽ നിന്ന് ഒന്നാണ് ഭാരതീയ സനാതന ധർമ്മം. ആ സനാതന ധർമ്മം എന്ന് പറയുന്നതിനാണ് ഹിന്ദു. ഭാരതത്തിൽ ജനിച്ച അല്ലെങ്കിൽ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ അതൊരു ജാതിയോ മതമോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഞാനിപ്പോൾ പറയുന്നു, ഹിന്ദു മതമായി തന്നെ അംഗീകരിച്ച് ഹിന്ദുക്കൾക്ക്, അതായത് കുട്ടികൾക്ക് ഈ മതത്തെപ്പറ്റി പഠിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം. പണ്ട് നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരുന്ന ഇന്ന് നടക്കുന്നില്ല. അതിനുള്ള പ്രസ്ഥാനങ്ങൾ നമ്മൾ ആലോചിക്കണം. ഞങ്ങൾ വിശ്വ പരിഷത്ത് അതിനെപ്പറ്റി വളരെ വളരെ ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടപ്പഴിഞ്ഞിയിലെ ഒരു മതപാഠശാലയ്ക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഭരിക്കുന്ന സർക്കാരോ അല്ലെങ്കിൽ സുരക്ഷ നൽകേണ്ട പോലീസോ അതിന് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. അല്ല, അതൊരിക്കലല്ല, തെറ്റാണത്. കാര്യം ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എല്ലാ ക്ഷേത്രങ്ങളിലും മതപാഠശാല നടത്താനുള്ള അനുവാദമുണ്ട്. പക്ഷേ അത് നടത്തുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പല സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് നടക്കാതെ പോകുന്നത്. നിയമപരമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും മതപാഠശാല നടത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അവരുടെ മാനുവലുണ്ട്. അത് കോടതി പറഞ്ഞിട്ടുള്ളതാണ് നടത്താൻ. അപ്പോൾ അതുകൊണ്ട് മതം പഠിപ്പിക്കുക തന്നെ വേണം, ഹിന്ദുക്കളെ മതം പഠിപ്പിക്കുക തന്നെ വേണം. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് മറ്റ് മതങ്ങൾക്ക് ആവാമെങ്കിൽ, ഞായറാഴ്ചകൾ തോറും സൺഡേ സ്കൂളിൽ ക്രിസ്ത്യാനികൾക്ക് പോകാമെങ്കിൽ, ഈ മദ്രസകളിൽ ഇസ്ലാം കുട്ടികൾക്ക് പോകാമെങ്കിൽ, ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഒരു 1-2 മണിക്കൂർ നമ്മളെപ്പറ്റി മനസ്സിലാക്കാൻ, നമ്മുടെ ധർമ്മത്തെപ്പറ്റി മനസ്സിലാക്കാൻ, നമ്മുടെ ഭാവിയെപ്പറ്റി മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് സമയം ചിലവഴിച്ചുകൂടെ കുട്ടികൾക്ക്? ആ കുട്ടികളെ കുറ്റം ഞാൻ പറയില്ല, ആ കുട്ടികളെ നോക്കുന്ന മാതാപിതാക്കളെയാണ് ഞാൻ കുറ്റം പറയുന്നത്. അവരാണ് അതിന് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകണ്ട, നമ്മുടെ ഒരു പരന്നു കിടക്കുന്നതാണ്. ഒന്നുകിൽ ഭഗവത്ഗീത മാത്രം കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കിയാൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിക്ക് നല്ലതാണ്. കാരണം ഭഗവത്ഗീത ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നമ്മൾ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ പോലും അവർക്ക് നമ്മുടെ ധർമ്മത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. അതിനെങ്കിലും കുട്ടികളൊന്ന് ശ്രമിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ ഈ കുഴിമന്തി അല്ലെങ്കിൽ മറ്റേ മന്തി, മറിച്ചേ മന്തി, മറ്റേ ഷവായി, ഷവർമ, ഇതെല്ലാം പറഞ്ഞ് എത്രയോ കടകൾ ഇന്ന് നിരന്നുണ്ട്. ഈ കടകളിലെല്ലാം കഴിക്കാൻ പോകുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക, 90% ഹിന്ദുക്കളാണ്. എന്നിട്ട് ഈ വെജിറ്റേറിയൻ ഹോട്ടൽ എടുത്ത് നോക്കുക. ഞാൻ കേരളത്തിൽ അങ്ങോളം യാത്ര ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും ഞാൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ കാണുന്നത് കൂടുതൽ ഈ തട്ടമിട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ജിഹാദിൻ്റെ ഇതൊക്കെ ധരിച്ച ആൾക്കാരാണ് കൂടുതൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവരവരുടെ കടകളിൽ കയറുന്നില്ല. നമ്മൾ ഹിന്ദുക്കളെന്ന് വിചാരിച്ചാൽ മതി, ഞാൻ ഇവരുടെ കടകളിൽ കയറില്ല, ഞാൻ ഇത്തരം എൻ്റെ ഈശ്വരന്മാരെ നിന്ദിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ ഞാൻ സാധനം വാങ്ങില്ല, ഞാൻ ഇവരുടെ കടകളിൽ കയറില്ല എന്ന് തീരുമാനിച്ചാൽ ഈ കടകളെല്ലാം പൊട്ടിപ്പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് വിശ്വ പരിഷത്ത് പറയുന്നത്. സ്വാഭിമാന ഹിന്ദുക്കളായ ആൾക്കാർ കേരളത്തിൽ ജീവിക്കുന്നവർ, അവർ ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ മാത്രം സാധനം വാങ്ങുകയും ഹിന്ദുക്കളുടെ ഹോട്ടലുകളിൽ മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. എങ്കിൽ തന്നെ ഈ വിഷയങ്ങൾക്കെല്ലാം ഒരു അവസാനം ഉണ്ടാവും.